വീക്ക്ലി വിത്ത് ഐനാടൻ. ബ്രോട്ട് ടു യു ബൈ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, 1 and 2 Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് ഐനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടി നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് ഐനാടൻ. സൗഹൃദ ടണൽ അഥവാ ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ കവാടത്തിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ചേർന്ന് മതനേതാക്കളെ സ്വീകരിച്ചപ്പോൾ അതൊരു ചരിത്രമായി. വെളിച്ചത്തിലേക്കുള്ള തുരങ്കമെന്നാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. മതസൗഹാർദ്ദം അത്രമേൽ ഊട്ടുവീർപ്പിക്കുന്ന ഒരു തുരങ്കമാണത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജക്കാർത്തയിലെ ഇസ്തലിഖാൻ മോസ്കിനെയും സെന്റ് മേരീസ് ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തുരങ്കമാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. 2020 ഡിസംബർ 15 ആരംഭിച്ച തുരങ്ക നിർമ്മാണം പൂർത്തിയായത് 2021 സെപ്റ്റംബറിലാണ്. ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ നടത്തുന്ന 12 ദിന സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് മാർപ്പാപ്പ ഇന്തോനേഷ്യയിലെത്തിയത്. സംഘർഷങ്ങൾക്ക് തിരികൊളുത്താൻ മതത്തെ ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ഒരുമിച്ച് മുന്നറിയിപ്പ് നൽകി. മാനവരാശിക്കായി മതസൗഹാർദ്ദം എന്ന പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പിട്ടു. മതപരമായ അവധി ദിനങ്ങളിലും മറ്റാഘോഷങ്ങളിലും രണ്ട് ആരാധനാലയങ്ങളിലേക്കും വിശ്വാസികൾ കൂടുതലായി എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർക്കിംഗ് പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തുരങ്കം നിർമ്മിച്ചത്. തുരങ്കത്തിലൂടെ ഇരുഭാഗത്തേക്കും സഞ്ചരിച്ച് പള്ളിയുടെയും മോസ്കിന്റെയും പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയിടാം. ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് യുക്രൈനുമായിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ റഷ്യൻ ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈനുമായിട്ടുള്ള സമാധാന ചർച്ചയ്ക്ക് ഇടനിലക്കാരാകാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യത്തിനായിരുന്നു ചൈന, ഇന്ത്യ, ബ്രസീൽ എന്ന് പുടിൻ മറുപടി നൽകിയത്. ഞങ്ങൾ പരസ്പര വിശ്വാസമുണ്ട്, അവരുമായി സമ്പർക്കത്തിലാണ് എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. ഉടമ്പടി ചർച്ചകൾ തുടരാൻ യുക്രൈൻ തയ്യാറാണെങ്കിൽ താനും തയ്യാറാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. യുക്രൈൻ റഷ്യ സംഘർഷം നേരിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ കൂടിയല്ലാതെ മൂന്നാമതൊരു രാജ്യത്തെ ഇടനിലക്കാരാക്കിക്കൊണ്ടുള്ള സമാധാന ചർച്ചകൾക്കാണ് പുടിൻ വഴി തുറന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെയാണ് പുടിന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തെ സുപ്രീംകോടതി ഉത്തരവുകളെ ഇലോൺ മസ്ക് ബഹുമാനിക്കണമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഡിസിൽവ. ഉള്ളടക്ക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുകൾ പാലിക്കാത്തതിനെ തുടർന്ന് ബ്രസീലിൽ നിരോധന ഭീഷണി നേരിടുകയാണ് എക്സ്. ജഡ്ജ് അലക്സാൻഡ്രോ ഡി മൊറോസാണ് എക്സിന് താൽക്കാലിക വിലക്ക് പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൌണ്ടുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന ഉത്തരവ് പാലിക്കാത്തത് രാജ്യത്ത് പുതിയ നിയമകാര്യ പ്രതിനിധിയെ നിയമിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം അനുസരിക്കാതിരുന്നതുമാണ് നടപടിയിലേക്ക് നയിച്ചത്. ലോകത്ത് എവിടെ നിന്നുള്ളവരായാലും ബ്രസീലിൽ നിക്ഷേപമുള്ളവർ ബ്രസീലിയൻ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും വിധേയരാണെന്നും ഒരു വ്യക്തിക്ക് ധാരാളം പണമുണ്ടെന്ന് വെച്ച് അയാൾക്ക് നിയമങ്ങളെ അവഹേളിക്കാൻ സാധിക്കില്ല എന്നും ഡിസിൽവ പറഞ്ഞു. ഏപ്രിലിൽ വ്യാജ വാർത്ത പരത്തുന്ന എക്സ് അക്കൌണ്ടുകൾ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് കോടതിയും എക്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതേസമയം ബ്രസീലിന്റെ ഉത്തരവുകൾ പാലിക്കില്ലെന്ന നിലപാടിലാണ് എക്സ് എന്നാണ് വിവരം. അലക്സാന്ദ്ര ഡി മൊറോസിന്റെ ഉത്തരവുകൾ നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ എതിരാളികളെ സെൻസർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണെന്നും കമ്പനി ആരോപിക്കുന്നു. കമല ഹാരിസിനെ നേരിടാൻ ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് കമല എന്ന പരിഹാസമുയർത്തിയതിന് പിന്നാലെ ട്രംപിനെ പിന്തുണച്ച് കമലയുടെ ഡീപ് ഫേക്ക് ചിത്രങ്ങളുമായി ഇലോൺ മസ്ക്. അരിവാൾ ചുറ്റിക ചിഹ്നമുള്ള ചുവന്ന തൊപ്പിയും ചുവന്ന ബ്ലേസറും ധരിച്ച് കമലയെ സഖാവ് കമലയാക്കിയുള്ള AI ജനറേറ്റഡ് ചിത്രം പങ്കുവച്ചാണ് മസ്കിന്റെ എക്സ് പോസ്റ്റ്. ആദ്യ ദിവസം തന്നെ കമല ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാകുമെന്ന അടിക്കുറിപ്പോടെയാണ് ഇലോൺ മസ്ക് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ ട്രംപ് ഒരു ഏകാധിപതിയെ മാറുമെന്ന കമലയുടെ എക്സ് പോസ്റ്റ് അതേ നാണയത്തിലുള്ള മറുപടിയുമായാണ് ട്രംപിനെ തുണയ്ക്കാൻ എക്സ് മേധാവി മസ്ക് എത്തിയിരിക്കുന്നത്. കമലയ്ക്ക് നേരെയുള്ള മസ്കിന്റെ ഈ സർക്കാസം വൻ വൈറലായെങ്കിലും എല്ലാ എക്സ് ഉപഭോക്താക്കളും അതിന് ഒരുപോലെ കൈയടിക്കുകയല്ല ചെയ്തത്. ഇതിന് മറുപടിയായി ചിലർ ഒരുപടി കൂടി കടന്ന് നാസി യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള മസ്കിന്റെ ചില AI ജനറേറ്റഡ് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. കമല ഹാരിസ് ഒരു മാർക്സിസ്റ്റാണ് എന്നും അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് അത് വ്യക്തമാണെന്നും ഒരു റാലിക്കിടെ ട്രംപ് പറഞ്ഞതാണ് എക്സിലെ പുതിയ ചർച്ചകൾക്ക് ആധാരം. ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് ഇനി ഒരിക്കലും തിരിച്ചുകൊണ്ടുവരില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആർട്ടിക്കിൾ 370 ഇന്ന് ചരിത്രമായി കഴിഞ്ഞെന്ന് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ അമിത്ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ജമ്മു കാശ്മീർ BJPക്ക് പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ അമിത്ഷാ ജമ്മു കാശ്മീരിനെ യാതൊരു വിധത്തിലുള്ള കേടുപാടുകളുമില്ലാതെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും കൂട്ടിച്ചേർത്തു. 2014 ആയിരുന്നു ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായ തെരഞ്ഞെടുപ്പ് നടന്നത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനു ശേഷം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഒക്ടോബർ 1 പൂർത്തിയായതിനു ശേഷം ഒക്ടോബർ 4 വോട്ടെണ്ണും. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇന്ത്യൻ റെയിൽവേയിലെ ജോലി രാജിവെച്ചു.
നീക്കം കോൺഗ്രസിൽ ചേരുന്നതിന് മുന്നോടിയായെന്നാണ് വിവരം. വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. താരം തന്നെയാണ് ഇക്കാര്യം എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടി അറിയിച്ചത്. ഇന്ത്യൻ റെയിൽവേയോട് ചേർന്നിരിക്കുന്ന എന്റെ ജീവിതത്തെ അതിൽ നിന്ന് വേർപെടുത്താൻ ഞാൻ തീരുമാനിച്ചു. രാജിക്കത്ത് ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചു. രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയതിൽ ഇന്ത്യൻ റെയിൽവേ കുടുംബത്തോട് എന്നും താൻ നന്ദിയുള്ളവരായിരിക്കുമെന്നും വിനേഷ് ഫോഗട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഗുസ്തി താരം ബജ്രംഗ് പുനിയയും വിനേഷും കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുൻ BJP എംപിയും ഗുസ്തി ഫെഡറേഷൻ ചീഫുമായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നവരാണ് ഇരുവരും. 100 ഗ്രാം തൂക്കം വർദ്ധിച്ചുവെന്ന കാരണത്താൽ പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിൽ തൊട്ടുമുമ്പ് വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിച്ചിരുന്നു. രാജ്യത്ത് തിരിച്ചെത്തിയ താരത്തിന് വൻ വരവേൽപ്പാണ് ഇന്ത്യ നൽകിയത്. തുടർന്ന് ഗുസ്തിയിൽ നിന്ന് വിരമിച്ച വിനേഷ് സജീവ രാഷ്ട്രീയത്തിലിറങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. വ്യവസായ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള നടപടികളും പരിഷ്കാരങ്ങളും നടപ്പാക്കുന്നതിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം നേടി കേരളം. വ്യവസായ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികളും പരിഷ്കാരങ്ങളും അടിസ്ഥാനമാക്കി നടത്തിയ വിലയിരുത്തലിൽ 9 വിഭാഗങ്ങളിൽ കേരളം മുന്നിലെത്തി. 95% മാർക്ക് കരസ്ഥമാക്കിയ ടോപ്പ് പെർഫോമർ പട്ടികയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിൽ കേരളമാണ് ഏറ്റവും മുന്നിൽ. ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ വിളിച്ചേർത്ത സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലാണ് കേരളത്തിന്റെ ചരിത്ര നേട്ടം പ്രഖ്യാപിച്ചത്. വ്യവസായ മന്ത്രി P. രാജീവിന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പുരസ്കാരം സമ്മാനിച്ചു. വ്യവസായ സൗഹൃദ നിലയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം ഒന്നാമതെത്തുന്നത്. കേരളം ഒന്നാമതെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശ് 2ാമതും ഗുജറാത്ത് 3ാമതുമാണ്. ആന്ധ്രാപ്രദേശിന് 5ഉം ഗുജറാത്തിന് 3 മേഖലകളിൽ മികവ് തെളിയിക്കാനാണ് കഴിഞ്ഞത്. ഏകജാലക സംവിധാനം, യൂട്ടിലിറ്റി അനുമതികൾ, റവന്യൂ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിലെ കാര്യക്ഷമത, ഗതാഗത സൗകര്യങ്ങൾ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനം, നികുതി സംവിധാനത്തിലെ കാര്യക്ഷമത തുടങ്ങിയ മേഖലകളിലാണ് കേരളം ഒന്നാമതെത്തിയത്. കഴിഞ്ഞ തവണ നടത്തിയ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ 28ൽ നിന്ന് കേരളം 15ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ 1ാം നിരയിലേക്ക് എത്തുന്നത്. അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക്. കായികമന്ത്രി V. അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ താൽപര്യം അറിയിച്ചെന്ന് കായികമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ടീം വരുന്ന സമയവും വേദിയും പിന്നീട് തീരുമാനിക്കും. കേരളത്തിലെ വിവിധയിടങ്ങളിൽ സർക്കാരുമായി ചേർന്ന് അർജന്റീന അക്കാദമികൾ സ്ഥാപിക്കുമെന്നാണ് സൂചന. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അർജന്റീന ടീം കേരളത്തിൽ കളിക്കാനുള്ള ക്ഷണം സ്വീകരിച്ചിരുന്നു. അർജന്റീന ടീം അടുത്ത വർഷം കേരളത്തിൽ 2 മത്സരം കളിക്കുമെന്ന് നേരത്തെ കായികമന്ത്രി അറിയിച്ചുമിരുന്നു. മുമ്പ് ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയാത്തതിനാൽ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. പിന്നാലെയായിരുന്നു അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്. 2022 ഖത്താർ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ കേരളത്തെ അടക്കം പരാമർശിച്ച് നന്ദി അറിയിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.